ഈ ഇടത് നേതാക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. പല ഇടത് നേതാക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. പണ്ട് പത്രത്തിൽ കൂടിയുള്ള വിമർശനങ്ങളൊക്കെ ഒരുപാട് ഉയർന്നിരുന്നതാണ്. സർക്കാരുമായിട്ട് അങ്ങനെ രാഷ്ട്രീയക്കാരെ തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാവരും വരുന്നുണ്ട്. തുണയം വന്നല്ലോ എല്ലാവരും. ഇടത് ഭരണമേ ഒരു 10 കൊല്ലം ആവുകയാണ് സാർ പിണറായി വിജയൻ ഭരണം. എങ്ങനെയാണ് ഇത്രയും നാളത്തെ ഭരണത്തെ ഏതാണ് വിലയിരുത്തുന്നത്? ഞങ്ങളിപ്പം വിലയിരുത്തി നിങ്ങളോട് പറയുന്നില്ല. ഞങ്ങളൊരു സോഷ്യൽ ഓർഗനൈസേഷനാണ്. എല്ലാ കാര്യത്തിലും നിലവിലുള്ള ഗവൺമെൻറ്റുമായി സഹകരിച്ച് പോകേണ്ടവരാണ്. ആ ബോധം ഞങ്ങൾക്കുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിനോടാണ്, സംസ്ഥാന ഗവൺമെൻറ്റിനോടാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള കമൻറ്റ് പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ല. അങ്ങയുടെ രോഗാവസ്ഥയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങയെ ക്ഷേമാന്വേഷിക്കുകയൊക്കെ ചെയ്തതാണോ മഞ്ഞുരുകാൻ കാരണമായത്? ഇതെവിടെ? ഇവിടെ എനിക്ക് എൻ്റെ പുറത്ത് മഞ്ഞൊന്നുമില്ലായിരുന്നു. അദ്ദേഹം മാന്യമായിട്ട് പെരുമാറുന്നു, ഞാനും മാന്യമായിട്ട് പെരുമാറുന്നു. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന് തോന്നി എന്നെ വന്ന് കണ്ടാൽ കൊള്ളാമെന്ന്. സുഖമില്ലാതെ ഈ കാലല്ല ഇവിടെ ഒടിഞ്ഞ് കഴിയുമ്പോൾ അന്ന് അവിടെ വന്ന് കണ്ടു. വളരെ സൗഹൃദമായിട്ട് സംഭാഷണമൊക്കെ നടത്തി പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊരു ഗവൺമെൻറ് തുല്യമായ ഒരു പ്രസ്ഥാനമല്ലേ. ആവശ്യങ്ങൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഞങ്ങൾ ഒരു വ്യക്തിപരമായിട്ട് ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ആരോടും ഇന്ന പോലെ വേണം. ഞങ്ങൾ ചോദിക്കുന്നത് NSS ഒരു സാമൂഹിക സംഘടന എന്നുള്ള പ്രസ്ഥാനം എന്നുള്ള നിലയിൽ സ്കൂളുകളും കോളേജുകളും ഹോസ്പിറ്റലുകളും അതും ഇതുമൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായ കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് ചോദിക്കുക, അറിയിക്കുക, അന്വേഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. അത് കോൺഗ്രസ് ഗവൺമെൻറ് ഇരുന്നപ്പോഴും അതെ, ഈ ഗവൺമെൻറ് ഇരിക്കുമ്പോഴും